ഇന്നും അനേകർക്ക് വെളിപ്പെടാതെ മറഞ്ഞിരിക്കുന്ന ദൈവവചന സത്യങ്ങൾ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. നമ്മെ രക്ഷിക്കുവാൻ, ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കുവാൻ ഈ ഭൂമിയിൽ ഒരു രക്ഷകൻ അവതരിച്ചു. 2000 വർഷങ്ങൾ കഴിഞ്ഞു. അത് ഇന്ന് പലർക്കും വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. എന്നാൽ ഇന്ന് പകൽ അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കുവാനുണ്ട്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ശക്തമായ പദ്ധതിയുണ്ട്. എത്യോപ്യയിലെ ഫൈനാൻസ് മിനിസ്റ്റർ തേരിലൂടെ സഞ്ചരിക്കുമ്പോൾ ഫിലിപ്പോസ് തേരിനോട് ചേർന്ന് നടക്കുകയാണ്. ആ മനുഷ്യൻ തിരുവെഴുത്ത് തുറന്ന് വായിക്കുകയാണ്. ഫിലിപ്പോസ് ചോദിച്ചു, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? ആ മനുഷ്യൻ എന്താണെന്നോ പറഞ്ഞത്, എനിക്കത് ഗ്രഹിക്കുന്നില്ല. ആരെങ്കിലും പൊരുൾ തിരിച്ചു തരാതിരുന്നാൽ എങ്ങനെ ഇത് ഗ്രഹിക്കും? പ്രിയപ്പെട്ടവരെ, പലർക്കും ഇത് ഗ്രഹിക്കുന്നില്ല. എന്തിനാണ് ദൈവം നിങ്ങൾക്കത് വെളിപ്പെടുത്തിയത്? അതൊരു മനുഷ്യൻ്റെ വിടുതലിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനല്ല, അതൊരു ജനതയുടെ വിടുതലിന് വേണ്ടിയാണ്. ദൈവം നിങ്ങൾക്ക് ചിലത് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. യേശു രക്ഷകനാണ്, യേശു സൗഖ്യദായകനാണ്, യേശു നിത്യജീവൻ നൽകുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് സത്യമാണ്. നിങ്ങളത് അനുഭവിക്കുന്നുണ്ട്. ദൈവം എന്തിനാണ് നിങ്ങൾക്കത് വെളിപ്പെടുത്തിയത്? എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ പ്രവൃത്തി തികച്ച് ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങൾക്കൊരു വചനം നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ദൈവത്തിനൊരു പ്രവൃത്തിയുണ്ട്. ദൈവം അയച്ച വചനത്തിന് പുറകിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അത് നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബത്തിൽ, സഭയിൽ, ദേശത്ത്, രാജ്യത്ത് ദൈവം ചെയ്തെടുക്കും. നിങ്ങൾ വിശ്വസിക്കുക. അത് വെറുതെ ദൈവത്തിങ്കലേക്ക് മടങ്ങുകയില്ല. അയച്ച കാര്യം സാധിപ്പിക്കും. ദൈവം നിങ്ങൾ ഉപയോഗിക്കാൻ പോവുകയാണ്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകാൻ പോവുകയാണ്. നിങ്ങളെ ദൈവം ഉപയോഗിക്കാൻ പോകുന്നു. വിശ്വസിക്കുക. അടുത്ത നിമിഷങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. വിശ്വസിക്കുക മാത്രം ചെയ്യുക. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.